ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടി ടിപ്സാണ്. ഹോം മെയ്ഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടി ടിപ്സാണ്. ഇന്നത്തെ കാലത്ത് ആരാണ് ആഗ്രഹിക്കാത്തത്? നമ്മുടെ ഫേസൊക്കെ നല്ല ഗ്ലോ ആഗ്രഹിക്കാത്ത ആരുണ്ട്? ഞാൻ ഉൾപ്പെടെ. എനിക്ക് ഇപ്പം നിറം കുറവാണെങ്കിൽ പോലും ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഫേസൊക്കെ നല്ല ഗ്ലേസിങ് ഒക്കെ ഉണ്ടാവണം, നല്ല ഷൈനിങ് ഒക്കെ ഉണ്ടാവണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഒരു ബ്യൂട്ടി ടിപ്സാണ്. ഹോം മെയ്ഡായിട്ട് ഒരു പോലും ചിലവില്ലാത്തൊരു ബ്യൂട്ടി ടിപ്സാണ്. ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് യൂസ് ചെയ്യാനുള്ളത് 15 വയസ്സിന് മുകളിലോട്ടുള്ള പ്രായക്കാരാണ് കേട്ടോ. പിന്നെ ആണാവട്ടെ പെണ്ണാവട്ടെ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ അങ്ങോട്ട് ഏജ് പരിമിതിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് കണ്ടല്ലോ, കഞ്ഞിവെള്ളമാണ്. ഇപ്പോൾ നമ്മുടെ കൊറിയൻകാരുടെ സ്കിൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തിളക്കമുണ്ട്, നല്ല അട്രാക്റ്റീവാണ് അവരെ കാണാൻ. നമ്മുടെ സ്കിൻ എന്തായാലും നോർമലി നല്ല തിളക്കം ഉണ്ടാകുമ്പോൾ ഒരു അട്രാക്ഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ സ്കിന്നിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് റൈസ് വാട്ടറാണ് കേട്ടോ. അതാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൊറിയൻകാരുടെ സ്കിന്നെ പോലെ ഒന്നും തിളക്കം വരുത്തി നോക്കിയാലോ? അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് വെച്ചപ്പോൾ വടിച്ചെടുത്ത കഞ്ഞിവെള്ളമാണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് പറഞ്ഞാൽ വടിച്ചു വെച്ചു, പിന്നെ വാർത്തു വെച്ചു, അങ്ങനെയൊക്കെയാണ് പറയാറ്. ഓരോ നാട്ടിൽ ഓരോ ഇതാണ്. അപ്പോൾ ചോറ് വടിച്ചിട്ടെടുത്ത വെള്ളമാണ് കേട്ടോ ഇത്, അതായത് കഞ്ഞിവെള്ളം. ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ 3 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കാം. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചരി വെള്ളത്തിൽ ഇട്ട് കഴുകി, ഒരു 3 വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം വീണ്ടും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെച്ചതിന് ശേഷം ആ വെള്ളം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം വാർത്തെടുത്ത് ഇതുപോലൊരു ഗ്ലാസ്സിലോ എന്തെങ്കിലും ആക്കി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഇട്ടേക്കണം. അതിനുശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ തലേ ദിവസത്തെ വെള്ളം, അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം വെച്ചിരുന്നിട്ട് അതിൽ ശകലം കൂടെ വാട്ടർ മിക്സ് ചെയ്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ തലേ ദിവസത്തെ വെള്ളം ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഫേസിലൊക്കെ കുറച്ച് നെഗറ്റീവ്സൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 3 രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളത്തിലാണ്. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതെ, ഇനി നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഒരു ദിവസം ഒരു നേരം യൂസ് ചെയ്താലും മതി. നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടുവരുന്ന, ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊറിയൻകാരുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആണ്. അപ്പോൾ അത് അവർ മെയിനായിട്ട് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് റൈസ് വാട്ടറാണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ റൈസ് വെച്ചിട്ടുള്ള കൂടുതലും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് അവർ ഈ ബ്യൂട്ടി ടിപ്സൊക്കെ കൂടുതൽ ചെയ്യാറ്. അതാണ് അവരുടെ ഫേസൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നത്. ഞാൻ ആരെയും കുറ്റം പറയാൻ വേണ്ടിയായിട്ട് പറഞ്ഞതല്ല കേട്ടോ. ചിലരെങ്കിലും വിചാരിക്കും ഈ കഞ്ഞിവെള്ളത്തിന് ഇത്രയൊക്കെ ഇതുണ്ടോ എന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും അത് എന്തുമാത്രം പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടാണ് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നതെന്ന്. നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്തതിന് ശേഷം
നിങ്ങൾക്കും ഇതുപോലെ പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ ഇപ്പോൾ ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ കാലത്ത് കൂടുതൽ ആൾക്കാർ വെളുക്കാൻ വേണ്ടിയായിട്ട് ഒരുപാട് പൈസ മുടക്കി ഒരുപാട് ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് തേക്കുന്നവരാണ് കൂടുതലും. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉള്ളപ്പോൾ നമ്മൾ കൂടുതലും മുമ്പിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടല്ലേ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാൻ. അതായത് ഇപ്പോൾ ഇതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു നമ്മുടെ ഈ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കഞ്ഞിവെള്ളം. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ മറ്റുള്ള ക്രീമുകൾ നമ്മളിപ്പോൾ യൂസ് ചെയ്തതിന് ഇടയ്ക്ക് ഒരുപാട് ന്യൂസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായിപ്പോയി, പിന്നെന്താ ഒരുപാട് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി, കിഡ്നിക്ക് തകരാറുണ്ടായി, അങ്ങനെയൊക്കെ ഉള്ള നെഗറ്റീവ് ഒക്കെ നമ്മളിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഒരു ബ്യൂട്ടി ടിപ്സ് വീട്ടിൽ തന്നെ ചെയ്തുകൂടാ? വെളുത്ത് പാണ്ടാവുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ഫേസിൽ വെളുത്ത് പാണ്ട് കളറൊന്നും ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഗൈസ്. നമ്മുടെ ഫേസിലുള്ള 90% വരെയുള്ള നമ്മുടെ ഫേസിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു പോലും മുതൽ മുടക്കി, ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു പോലും മുതൽ മുടക്കില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ചെയ്ത് നോക്കണം. ഒരു മാസമെങ്കിലും ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഫേസിൽ എന്തുമാത്രം മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇപ്പോൾ തണുത്ത വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് സാധാ പച്ചവെള്ളത്തിൽ വേണമെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാം. പിന്നെയെന്ന് പറയുന്നത് നമ്മളിപ്പം ബസ്മതി റൈസ് ഇല്ലെങ്കിൽ, ഇപ്പോൾ ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല, നമ്മുടെ വീട്ടിലൊക്കെ പച്ചരി കാണുമല്ലോ. പച്ചരി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആ വെള്ളം വാർത്തെടുത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പച്ചവെള്ളത്തിലാണ് കേട്ടോ, തണുത്ത വെള്ളത്തിലല്ല, പച്ചവെള്ളത്തിൽ വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്പോട്ടിൽ ചെയ്ത ഉടനെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നില്ല. നമ്മൾ ഏകദേശം ഒരാഴ്ചയെങ്കിലും കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ എത്രത്തോളം മാറ്റം ഉണ്ടായെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇതുപോലുള്ള പാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം മാറിയിട്ടുണ്ടെന്നും, പിന്നെ അതുപോലെ തന്നെ ഒരു മാസത്തിനകത്ത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയി മാറും. അപ്പോൾ ഒരു പോലും മുതൽ മുടക്കില്ല, നമുക്ക് ഹോം മെയ്ഡായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ ഉമ്മ, ലവ് യു ഓൾ.